വണ്ടി കുഴിയിലിറങ്ങാതെ ഇവിടെ എത്തണമെങ്കിൽ മണിക്കൂർ 2 വേണം. അതുപോട്ടെ, നമ്മുടെ റോഹിച്ചിന് എവിടെ പോയി കിടക്കുക? അവനാ ചെറുക്കം കൂട്ടിനെ നോക്കാൻ കവലയിലേക്ക് പോയി. ആ കൊരിയാച്ചോ, പിള്ളേരൊക്കെ എന്തിയേ? പള്ളിമുറ്റത്തെങ്കിലും കുറച്ച് മര്യാദയോടെ നിക്കടാ കുരുത്തം കെട്ടവനെ. എന്നാ പറ്റി? അങ്ങോട്ട് അഴിച്ചു. എങ്ങോട്ടാ? ഇത് കാഞ്ചനപ്പള്ളി കറിയാച്ചന്റെ മകളുടെ മനസ്സമ്മത ചടങ്ങാ, അല്ലാതെ തുമ്പങ്കൽ ത്രേസ്യയുടെ കുടുംബക്കാരുടെ അല്ല. മനസ്സിലായോ? സണ്ണി, അവിടെ പോകാൻ പറ. അപ്പൊ തൽക്കാലം പ്രശ്നമൊന്നും ഉണ്ടാകാം. ക്ഷണിക്കാത്ത ഒരു തെണ്ടിയും കറിയാച്ചന്റെ മകളുടെ മനസ്സമ്മതത്തിൽ കൂടണ്ട. ആ തീരുമാനം ഇഷ്ടമായില്ലെങ്കിൽ നിനക്ക് പോവാം. ദൈവത്തിൽ നിരക്കാത്ത ചെയ്യരുതേ. അവൻ മനസ്സമ്മതം കൂടിയിട്ട് പോട്ടെ. ബേവിച്ചിനെ പള്ളിമുറ്റത്തുനിന്ന് അപമാനിച്ചിറക്കി വിട്ട നമ്മുടെ മോക്കായിരിക്കും അതിന്റെ ശാപം. ഇപ്പൊ പറഞ്ഞോണം, ആരാടി ഇവര് മനസ്സമ്മതക്കുറി കൊടുത്തയച്ചത്? ഞാൻ തന്നെയാ. ഞാൻ കട്ടുപറ്റ സന്തതിയൊന്നും അല്ലല്ലോ അവൻ. നിങ്ങൾക്ക് അവൻ പുകഞ്ഞ ഉള്ളിയാണെങ്കിലും എനിക്ക് അവൻ എന്റെ മൂത്ത മോനാ. മോനെ ബേവിച്ചാ വാ മോനെ. വേണ്ട മറ്റി, പെങ്ങളുടെ മനസ്സമ്മതം മുടക്കിയെന്നുള്ള പേരുദോഷം കൂടി എനിക്ക് വേണ്ട. മോളുടെ കല്യാണ തീയതി ഇച്ചാനെ അറിയിക്കരുത്. അറിയിച്ചാൽ ഇച്ചാന് വരാതിരിക്കാൻ കഴിയില്ല മോളെ. അതുകൊണ്ടാ. കുഞ്ഞുനാളിൽ നിനക്കൊരു പനി വന്നാ ഈ പുത്തമ്പള്ളി ഒന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാതെ ഇച്ചാൻ കിടന്നുറങ്ങിയിട്ടില്ല. ആ നേർച്ചയും പ്രാർത്ഥനയും എന്നും എന്റെ മോളോടൊപ്പം ഉണ്ടാവും. എന്താ വക്കച്ച? എടോ കറിയാച്ചാ, കല്യാണപ്പന്തി വരെ ആരുടെയും കൂടെ കിടക്കാത്ത ഒരു പെണ്ണിനെ മതി വെട്ടുകാട്ടെ ചെറുക്കനെ. മനസ്സിലായോ? തന്റെ മോളെ ഞങ്ങളുടെ ചെറുക്കന്റെ തല കെട്ടിവെക്കാൻ നോക്കണ്ട. എന്നാ വിടെ. എന്റെ കർത്താവേ, സന്ധി കല്ലൂക്കാര് നമ്മളെ ചതിച്ചല്ലോടാ. ഇറക്കി വിടറി നിന്റെ മറ്റവനെ അനിയന്മാരെയും. തണിച്ച എന്താ തണിച്ചായി കാണിക്കുന്നത്? മതി ചെല്ലേ. ഞാനല്ലേ പറയുന്നത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചെല്ലേ. മോളെ, നീ എന്നാത്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? മനസ്സുയോദ്യവും കല്യാണവും ഒക്കെ മുടങ്ങുന്ന ഇത് ലോകത്തിൽ ആദ്യമൊന്നുമല്ല. ഒരു കണക്കിന് അതങ്ങ് പോയത് നന്നായി.
അപ്പച്ചൻ പറഞ്ഞ ശരിയാ. ഏതാണ്ട് ഒരു ഫോട്ടോ കണ്ട് പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞവൻ അവന്റെ പാട്ടിന് പോട്ടടി. ഇക്കണക്കിന് അവൻ നിന്നെ കെട്ടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ നിന്നെ സംശയിക്കാൻ അവന് നേരം ഉണ്ടാവുള്ളായിരുന്നല്ലോ. നിങ്ങളിപ്പോ എന്നാ പറഞ്ഞാലും ആകെ നാണക്കേടായി. സത്യാവസ്ഥ എന്തായാലും നാട്ടുകാരുടെ വായു മൂടി കെട്ടാൻ ഒക്കൂ. അമ്മച്ചൻ ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അവന്മാര് മനസ്സമ്മതം മുടക്കുന്നല്ലേ ഉള്ളൂ. കല്യാണം നിശ്ചയിച്ച അതേ ദിവസം അതിനേക്കാൾ നല്ല ചെറുക്കനെ കൊണ്ട് ഞാൻ ഇവിടെ കെട്ടിക്കും. കുട്ടപ്പായി അല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കല്ലൂക്കാരൻ ചാണ്ടി വന്നാൽ പോലും ഇനി ഒരു പൂട്ടും നമുക്കിട്ട് ചെയ്യത്തില്ല. എനിക്കിനി കല്യാണം വേണ്ട. എന്താ മോളെ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? നീ ഒന്നും ചെയ്തിട്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വിഷമിക്കണ്ട, ആ കണ്ണീരൊക്കെ തുടച്ചേ. എഴുന്നേറ്റേ. ഈ ബഹളമൊക്കെ ഒന്ന് കഴിയുന്നവരെ ഇവളെ ബാംഗ്ലൂരിലെ അളിയന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. വഴിയിലായ ഇവനത് വേറെ. ഇവന്റെ വാൽട്യൂബ് നേരത്തെ ഞാൻ ഊരണമെന്ന് വിചാരിച്ചതാ. ഒരു സാധനം വണ്ടിയിലിട്ട കാണൂല. 12-10 സ്പാൻഡ് അല്ലാതെങ്കിൽ ഇപ്പൊ വണ്ടി ഓടിച്ച് വീട്ടിൽ പോവാൻ. അതെങ്ങനാ പട്ടാപ്പകല് കർത്താവ് വരെ കട്ടിലടി കിടക്കുന്ന കാലമാ. എന്നാ പിന്നെ ആ 12-10 സ്പാനർ കർത്താവിനോട് തന്നെ ചോദിച്ചാലെന്ത്? ചോദിച്ചാൽ തരുന്ന കർത്താവാണെന്ന് എനിക്കങ്ങനെ അറിയാം. കർത്താവിന് അങ്ങനെയൊന്നുമില്ല. 12-10 അല്ല 20-25 വരെ കർത്താവ് കൊടുക്കും. എങ്കിൽ പിന്നെ കർത്താവ് സോറി മത്തായി, 2 വണ്ടിക്കും കൂടി ഒരു സ്പാനർ പോരെ. അത് പിന്നെ ആ സ്പാനറിന് ഈ വണ്ടിയോട് താല്പര്യം ഉണ്ടെന്ന് എങ്ങനെ അറിയും? അത് ഈ വണ്ടി വിചാരിച്ചാലേ നടക്കൂ. അവസാനം ഈ വണ്ടി ഷെഡി കയറ്റരുത്. അങ്ങനെ ഷെഡിൽ കയറിയ ഈ 2 വണ്ടി ഒരുമിച്ച് ഷെഡിൽ കയറും. എങ്കിൽ പിന്നെ ഉറപ്പ്. എന്നാ നമുക്ക് ആ സ്പാനറിന്റെ അടുത്തേക്ക് ചെല്ലാം. വാ. നീ ഇനി ഒന്നും പറയണ്ട കത്രി. നിനക്ക് എന്നോടുള്ള അത്രയും സ്നേഹം അന്തപ്പനോടില്ലെങ്കിലും കുറച്ചൊക്കെ സ്നേഹം ഇവനോടും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ ഈ ജീവിത സൂചിക വെച്ച് നോക്കുമ്പോ നമുക്ക് രണ്ടാൾക്ക് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രണയത്തെക്കാൾ വലുതാണ് വിശപ്പെന്ന് നന്നായിട്ട് അറിയാവുന്നവനാണ് ഈ മത്തായി. അതെ, വിശപ്പ് പടിവാതിലൂടെ കടന്നു വരുമ്പോ പ്രേമം ജനൽപ്പഴുതിലൂടെ ഓടിക്കളയുമെന്നാണ് മഹാനായ യാചകൻ ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത്. യാചകൻ ചക്രവർത്തിയല്ല, ഷാജഹാൻ ചക്രവർത്തി. അങ്ങേര് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കത്രി എതിരൊന്നും പറയരുത്. ഞങ്ങളെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന് ഈ കൈയടിച്ച് സമ്മതിക്കണം. അയ്യോ, ഒരു പെണ്ണെങ്ങനെ 2 പേരെ കല്യാണം കഴിക്കുന്നേ? പാഞ്ചാലിയായ സീത അർജുനനെ പോലിരിക്കുന്ന 5 ഭീമന്മാരെ ഒന്നിച്ച് കല്യാണം കഴിച്ച് താമസിച്ചു. സീതയല്ല, പാഞ്ചാലി. പാഞ്ചാലി എങ്കിൽ പാഞ്ചാലി. പിന്നെയാണോ മുരിങ്ങയ്ക്ക പോലിരിക്കുന്ന ഞങ്ങൾ 2 പേരും? ആ പാഞ്ചാലി എന്ത് ഭാഗ്യവതിയാ. ഒരു സാരി ചോദിച്ചാൽ 5 സാരി കിട്ടും. അയ്യോ, അവരെന്താവശ്യപ്പെട്ടാൽ 5 വീതം കിട്ടും. ചതിച്ചോ? ഇനി 3 പേരെ കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമോ? എന്തിന്? നമ്മൾ 2 പേര് പോരെ? 5 അല്ല 10 സാരി വേണമെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഈ വിവാഹത്തിന് സമ്മതിച്ചു ഒന്ന് പറ കത്രി. സമ്മതിച്ചു. അപ്പൊ എന്നാണ് നമ്മുടെ വിവാഹം? ഇറങ്ങിക്കും. പേടിയൊന്നുമില്ലല്ലോ. ഗർഭസത്യാഗ്രഹം സിന്ദാബാദ് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കണം. ഗർഭസത്യാഗ്രഹം ആർക്കാണ് ഗർഭം? 10-20 കൊല്ലം മുമ്പുണ്ടായ ഗർഭമല്ലേ? സോറി. നീ ഒന്നും മിണ്ടാതെ കൂടെ പോയച്ചാ മതി. അവിടെ ചെന്ന് അതും പറഞ്ഞ കാര്യങ്ങൾ കുളവാക്കല്ലേ. വെരി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. കാണാൻ ആനിക്കൊച്ചിന് തന്ത താനാണെന്ന് കുട്ടപ്പായി മുതലാളി സമ്മതിച്ച പിന്നത്തെ കാര്യം അന്തപ്പനേറ്റ്. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാവാൻ പോവല്ലേ ആനിക്കൊച്ചി. ഇത് കണ്ട ഇനി ആനിക്കൊച്ചി താമസിക്കാൻ പോണ ഭവനമാണ് ഈ കാണുന്നത്. ചെല്ലി. അന്തപ്പം വരുന്നില്ലേ? അന്തപ്പൻ ഇവിടെ നിൽക്കാം. എന്തേലും കശപിശ അവിടെ ഉണ്ടായാലുണ്ടല്ല, അന്തപ്പ എന്നൊരു വിളി വിളിച്ചാ മതി. വിളിച്ച് തീരുന്നതിന് മുമ്പ് അന്തപ്പൻ അവിടെ എത്തി. ചെല്ലി. അല്ല, ആരാ? എന്റെ പേര് ദീനാമ്മ. ഇതെന്റെ മോളാ ആനി. കുട്ടപ്പായി മുതലാളി ഒന്ന് കാണാൻ വന്നതാ. ഓ, മോളെ കെട്ടിക്കാൻ സഹായം ചോദിച്ചു വന്നായിരിക്കും. അവനിവിടെ ഇല്ലല്ലോ. എടി വത്സമ്മേ, 10-100 രൂപയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. മോളെ കെട്ടിക്കാൻ പിച്ചക്കാശ് ചോദിച്ചു വന്നതല്ല ഞാൻ. അവളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ വന്നതാ. ഇവിടെ നിർത്താനോ? അതെ, ഇവിടെ അപ്പന്റെ വീട്ടിലില്ലാതെ പിന്നെ എവിടെ ഇവിടെ നിൽക്കേണ്ടത്? പള്ളിയും പട്ടക്കാരനും അറിഞ്ഞ് അവൻ താലി കെട്ടിക്കൊണ്ടുവന്നോൾ ഇവിടെ ഉണ്ട്.
അവന്റെ സ്വത്തും പണവും മോഹിച്ച് മണിമാളിക